സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം സി പി എം അത് സർക്കാർ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങൾക്കകത്തും നടപടികൾക്കകത്തും എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഇതിൽ നിന്ന്, കാരണം ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ, നമ്മൾ പ്രവർത്തിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാര്യം സമർപ്പിച്ച പാർട്ടി ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. ഇവർക്ക് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തലയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇലക്ഷൻ റിവ്യൂവിലേക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് ഒരു പരിശോധന നടത്താനും, അങ്ങനെ കമ്മിറ്റി കൂടിയിട്ട് കൃത്യമായിട്ടുള്ള അവരിരുന്ന് താത്വികമായിട്ട് അവലോകനം നടത്തുകയല്ല വേണ്ടത്. കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു ഫാക്ട്, എന്തൊക്കെ ഘടകങ്ങളാണ് തങ്ങൾക്ക് എതിരായി തീർന്നത്, എന്തുകൊണ്ടാണ് ജനമനസ്സ് എതിരായി മാറിയത് എന്നുള്ളത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ആവശ്യമില്ലാത്ത കേസുകൾ എടുത്തു പോവുകയാണ്. 1986 റിലീസ് ചെയ്ത സിനിമയാണ് നഖക്ഷതങ്ങൾ. നമുക്കറിയാം, സിനിമ 86 സിനിമ നഖക്ഷതങ്ങൾ പുറത്തിറങ്ങുന്നത്. ആ സിനിമ സത്യത്തിൽ ആ സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്. നമ്മൾ ബോംബെ രവി സംഗീതം നൽകി ONV കുറുപ്പ് രചിച്ച് KJ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, ആലപിച്ച പാട്ട്. ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൗന്ദര്യമാണ് നീ എന്നുള്ളത്. അതൊന്ന് മാറ്റേണ്ടതുണ്ട്. ആരെയും ഭാവഗായകരാക്കി മാറ്റുന്ന ഒന്നാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട്. ആ പാട്ട് എഴുതിയ ചെറുപ്പക്കാർക്കെതിരെ ഞാൻ പറയുന്നത്, അതൊന്നും മൂളാത്ത, ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും മൂളിപ്പോകാത്ത ഒരു മലയാളിയും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണെങ്കിലും MP ഗോവിന്ദ മാഷാണെങ്കിലും ഉൾപ്പെടെയുള്ളവർ പോലും അതൊന്നും മൂളി നോക്കിയിട്ടുണ്ടാവും. മനസ്സിൻ്റെ ഉള്ളിൽ അത് എഴുതിയവരോട് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, ഞാൻ കരുതുന്നത്. അതിനൊക്കെ ആ രീതിയിലാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന പോലെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് കൂടിയിട്ട് കേസെടുക്കാനൊക്കെ നിൽക്കുക, അത് അയ്യപ്പനെ അപമാനിക്കലാണെന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിനെ പിടിപ്പത് പണി ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അതിന് പുറമെ ഇതിൻ്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പം ഈ പാട്ട് 1986 ഞാൻ പോട്ടെ, അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അങ്ങനെ എടുക്കേണ്ടത്, ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട എന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആപ്തവാക്യമാണ് ഇവിടെ എടുക്കേണ്ടത്. കാരണം അങ്ങനെ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. എനിക്കാണെങ്കിൽ ആ പാട്ട് എഴുതിയവരെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്, മലപ്പുറത്തുകാരൻ എന്നുള്ള രീതിയിൽ. കാരണം എത്രയോ മനോഹരമായിട്ടാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അത് ഇതിനകത്തുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതിയവർ, ഇത് പാടിയവർ, അതിൻ്റെ റെക്കോർഡിംഗ് നടത്തിയ പ്രൊഡ്യൂസേഴ്സ് എല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഹൈന്ദവ ആചാരത്തെ അല്ലെങ്കിൽ ഹൈന്ദവർ വിശ്വസിക്കുന്ന ശബരിമല ശാസ്താവിനെ അപമാനിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനം, നരേഷൻ വരുമ്പം അത് മതപരമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കുകയല്ലേ ഇന്നേ. എല്ലാവരും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ. ആ പാട്ട് എഴുതിയവർ എഴുതിയ ആള് അദ്ദേഹം ഖത്തറിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് പാടിയ ആള് ഡാനിഷ് അലി. അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് എല്ലാം റൺ ചെയ്യുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ്. മുസ്ലിങ്ങളായിട്ട് ചെറുപ്പക്കാരും മധ്യവയസ്കരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വീണ്ടും നമ്മുടെ ഒരു മതപരമായിട്ടുള്ള വിഭജനത്തിലേക്കും വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്കും കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിഫല ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPM പോലെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ അത് കാലത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 1973 നിർമാല്യം എന്ന സിനിമ പുറത്തിറങ്ങുന്നത്, റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റ് ഞാൻ നോക്കാൻ മറന്നുപോയി. 73 MT തന്നെ കഥയും തിരക്കഥയും എഴുതി MT സംവിധാനം ചെയ്ത സിനിമ. അതിനകത്ത് PJ ആന്റണിയുടെ ഒരു കഥാപാത്രമുണ്ട്, വെളിച്ചപ്പാട്. ആ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം അവസാനം ദേവിയുടെ പ്രതിമയിലേക്ക് തുപ്പുകയും അതിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം PJ ആന്റണിക്ക്. മലയാളത്തിന് ആദ്യമായി മികച്ച നടനുള്ള ഭരത് അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണത്. അതിന് ശേഷമാണ് നമ്മളെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പ്രേംജിയും തുടങ്ങി ഒരുപാട് പേര് നമ്മുടെ ദേശീയ അവാർഡ് നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ട് എത്തിക്കുന്നത് 1973 നിർമാല്യം എന്ന സിനിമയിലെ PJ ആന്റണിയാണ്. അതിലെ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച അഭിനയിച്ച PJ ആന്റണിക്കാണ് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്, മികച്ച നടനുള്ള ദേശീയ അവാർഡ്. അപ്പോൾ ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് കേസാവില്ലേ? ദേവി വിഗ്രഹത്തെയും ഹൈന്ദവ മതവിശ്വാസത്തെയും വ്രണപ്പെടുത്തിയെന്ന് പറയില്ലേ? ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൊൻകുരിശ് തോമ എന്ന കഥാപാത്രം പള്ളിയിലുള്ള സ്വർണ്ണക്കുരിശ് മോഷ്ടിക്കുകയാണ്. മോഷ്ടിച്ചതിന് ശേഷം പിന്നീട് ചോദിക്കുമ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാകുമ്പോൾ എന്തിനാ മോഷ്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് എന്തിനാ പൊൻകുരിശ് എന്ന് ചോദിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റുമോ? കേസാവും. ഇത് വല്ലാത്ത കാലത്തെ പിന്നോട്ട് പോവുകയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം പ്രതികൂലമായ പ്രതിലോമകരമായ നടപടികൾ ഉണ്ടാകുമ്പം
അത് പിന്നെ എന്നെപ്പോലെയുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് ഇതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം എന്ന് പറയാവുന്നത്, സ്പ്രിംഗ് സീസൺ എന്ന് പറയാവുന്നത് ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇതിങ്ങനെയൊക്കെ വഴിതെറ്റി പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ട്. എല്ലാ പാർട്ടികളും നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനിവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതാണ്. അവിടെ CPM-ഉം CPI-യും കോൺഗ്രസും ലീഗും BJP-യും ഒക്കെ ചേരുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. RMP-യും ഒക്കെ ചേരുന്നതാണ്. അതെല്ലാം ഉണ്ടാവണം. അവിടെയാണ് മനോഹരമായി തീർന്നത്. അല്ലാതെ ഏകകക്ഷി ഭരണത്തിലേക്കോ പോയി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയായിട്ടാണ് കാണുന്നത്. കേന്ദ്രത്തിൽ ഇപ്പോൾ എല്ലാവരും കട്ടക്ക് കട്ട നിൽക്കുന്നു. ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റി. അതേസമയം കഴിഞ്ഞ ലോക്സഭയിൽ അങ്ങനെയായിരുന്നില്ല. 2019 തൊട്ട് 24 വരെയുള്ള സമയത്ത്. അതിന് മുമ്പത്തേലും അങ്ങനെയായിരുന്നില്ല. അതിൽ നിന്ന് വല്ലാത്തൊരു മൃഗീയ ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു തരം ഏകാധിപത്യ സ്വഭാവം വരും. അത്തരം അവസ്ഥയിലേക്ക് കേരളത്തിൽ പോകാൻ പാടില്ല. അടുത്ത തവണ ഇതേ UDF പോലും അതായത് ഒരു 80 സീറ്റിൽ കൂടുതൽ ആർക്കും ഭൂരിപക്ഷം കിട്ടരുത്. UDF ആയാലും LDF ആയാലും നാളെ 2031 ആകുമ്പോഴത്തേക്ക് BJP വരികയാണെങ്കിൽ BJP ആണെങ്കിലും 80 സീറ്റിന് 75 കിടന്ന് കളിക്കണം. 70 അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം തോന്നുന്ന പോലെ ആയിത്തീരുകയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഈ പാട്ട് എഴുതിയവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അവരുടെ ഒരു ഇഷ്ടമല്ലേ തോന്നുക. ആരുമാവട്ടെ, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാവട്ടെ, അങ്ങനെ എത്രയോ മനോഹരമായിട്ടുള്ള പാർട്ടി കാര്യങ്ങൾ. ഇപ്പോൾ മിമിക്സ് പരേഡൊക്കെ ഒരു കാലത്ത് നടത്തിയിരുന്നപ്പോൾ നായനാരെയും VS-നെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ എത്രയോ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കരുണാകരനെയൊക്കെ എത്ര മനോഹരമായിട്ട് അവരെ എന്തെല്ലാം രീതിയിൽ അവരെ ട്രോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും. മറ്റൊന്ന്, ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലം കേരളീയ സമൂഹത്തിൽ വല്ലാത്ത മതപരമായ വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പണ്ട് MM അക്ബറും അതേപോലെ മറ്റേ സാക്കിർ നായിക്കും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള പരിപാടികളാണ്. അത്തരം വൃത്തികെട്ട രീതിയിലേക്കാണ് പ്രവീൺ തൊഗാഡിയെയും പ്രമോദ് മുത്തലിക്കും ഒക്കെ സ്വാതി പ്ലാച്ചിയും ഒക്കെ നടത്തിയിട്ടുള്ള ആ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളാണ് ഇദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയോ RSSO പോലും പറയാത്തത്രയും വൃത്തികെട്ട വർഗീയതയാണ് വെള്ളാപ്പള്ളി ഇവിടെ പറഞ്ഞിരുന്നത്. അവർ പോലും പറഞ്ഞിട്ടില്ല. അവർ പോലും ഈ വിഷയത്തിനകത്ത് ഇത് മുസ്ലിങ്ങളാണ് ഈ പാട്ട് എഴുതിയത്, മുസ്ലിങ്ങളാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരാണ് പാട്ട് ആലപിച്ചത്, മുസ്ലിങ്ങളായ 2 പേരാണ് അതിൻ്റെ സ്റ്റുഡിയോയുടെ ഓണേഴ്സ്, അല്ലെങ്കിൽ ഇത് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ളതിൻ്റെ പേരിൽ BJP-ക്കാർ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പൻ്റെ കല്യാണം നടത്താൻ പോയ ആൾക്കാരുണ്ട്, വിവാഹം നടത്തി. അങ്ങനെയാണെങ്കിൽ അത് അപമാനിക്കുന്നില്ല. അങ്ങനെയൊന്നുമല്ല. മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ, ഇവിടെ സുഹൃത്ത് ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ എത്രയോ പേര് നിശിതമായി അള്ളാഹു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അള്ളാഹുവിനെ, അതേപോലെ തന്നെ മുഹമ്മദ് നബിയെയും പ്രവാചകനായി അവർ കാണുന്ന മുഹമ്മദ് നബിയെയും ഒക്കെ എത്രയോ സാമൂഹ്യ മാധ്യമങ്ങളിലും തെരുവിലും ഇട്ടും പരസ്യമായിട്ടും ഒക്കെ മുസ്ലിംസിൻ്റെ പ്ലാറ്റ്ഫോമിലും ഒക്കെ എത്രയോ നിശിതമായിട്ട് വിമർശിക്കുന്നു. സവാസി പുന്നക്കൽ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നു. അപ്പോൾ അതിനെ ദൈവനിന്ദയും മതനിന്ദയും ഒന്നുമായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തൊരു വൺ സൈഡഡ് ആവരുത്. ശബരിമല അയ്യപ്പനെ കുറിച്ച് പാട്ടെഴുതിയെന്ന് കരുതിയിട്ട് അങ്ങനെ തകർന്നു പോകുന്ന വിശ്വാസമൊന്നും അല്ലല്ലോ ഉള്ളത്. യേശു ക്രിസ്തുവിനെയും മതം വിട്ടു പോകുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെയും വിമർശിക്കട്ടെ, ദൈവസങ്കല്പത്തെ തന്നെ വിമർശിക്കട്ടെ. യുക്തിവാദികൾ എല്ലാ ദൈവസങ്കല്പത്തെയും വിമർശിക്കുന്നതാണ്. കമ്മ്യൂണിസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നിരീശ്വരവാദ. എ മാർക്സിസ്റ്റ് ഷുഡ് ബി എ കമ്മ്യൂണിസ്റ്റ്, എ കമ്മ്യൂണിസ്റ്റ് ഷുഡ് ബി ആൻ എത്തിസ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഒരു മാർക്സിസ്റ്റ് ആവണമെങ്കിൽ ആദ്യം അവൻ കമ്മ്യൂണിസ്റ്റ് ആവണം. കമ്മ്യൂണിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവൻ നിരീശ്വരവാദിയായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല അവരെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയിലാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം തന്നെ വേറെയുള്ള നടപടികളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ 16 CPM ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എടുത്ത് പുറത്തേക്ക് ഇട്ടില്ലല്ലോ ഇതുവരെ. മാതൃകാപരമായ നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആലോചിച്ച് നോക്കൂ. അങ്ങനെയാകുമ്പോൾ ഈ പത്മകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ടീം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡിലാവുന്നു. അതേസമയം മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലൊക്കെ ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കോൺഗ്രസ്. ഇപ്പോഴത്തെ പത്മകുമാറിനെ പുറത്താക്കണില്ല. അതിനിപ്പോൾ ഇത്ര വലിയ PB കൂടി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അന്വേഷണത്തായിട്ട് സസ്പെൻഡ് ചെയ്യുമെങ്കിലും ചെയ്യണ്ടേ? എന്നിട്ട് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് സമാന്തരം ഒരു കോടതി പോലെ തന്നെ പ്രവർത്തിച്ചോട്ടെ, നോ പ്രോബ്ലം. ഇത് വല്ലാത്തൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കാരണം അത്തരം നമുക്ക് പിടിപ്പത് കാര്യങ്ങളില്ലേ നാട്ടിലിവിടെ. ലഹരി കടത്ത് സംഘങ്ങൾ, ബാക്കിയുള്ളവർ, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. കൊച്ചിയിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വല്ലാതെ കൂടുന്നു.
ഒരു തരം അനാർക്കിസത്തിലേക്ക്, സെക്ഷൽ അനാർക്കിസത്തിലേക്ക് നമ്മുടെ യുവതലമുറ ഉൾപ്പെടെ വഴിതെറ്റി പോവുക. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പലരും പുറത്തു പറയുന്നില്ല. അതിനെക്കുറിച്ച് വേറെ സ്റ്റോറിയിൽ ഞാൻ പറയാം. അപ്പം ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇത് BJP RSS പോലും ഉപയോഗിക്കാത്ത രീതിയിലുള്ള, ഉന്നയിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഈ പാട്ട് പലവട്ടം ഉരുവിട്ടതാണ്. കാരണം കേൾക്കാൻ രസമുണ്ട്. നമ്മൾ അറിയാതെ മൂളിപ്പാട്ട് ഓടിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു സഖാവ് പിണറായി വിജയനും സഖാവ് MP ഗോവിന്ദൻ മാഷും ഉൾപ്പെടെയുള്ളവർ പോലും മനസ്സാൽ ആ ചെറുപ്പക്കാരെ അഭിനന്ദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം അവരെ ക്രാഫ്റ്റ് മനോഹരമായിട്ട് സാധനം, പാരഡി ഗാനം. ഇപ്പൊ PD രാജപ്പനൊക്കെ എത്രയോ പാരഡി പാട്ടുകൾ ഇറക്കിയിരുന്നു. സാമ്പശിവന്റെ കഥാപ്രസംഗം പോലെ PD രാജപ്പന്റെ കഥാപ്രസംഗം എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അതിനെ കാമ്പൊന്നുമില്ല, കോമഡിയാണോ എല്ലാം. പക്ഷെ അദ്ദേഹത്തിന്റെ പാരഡി പാട്ടുകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന കലാഭവന്റെ പിന്നെ മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മാവേലി ഓണക്കാലത്ത് അവരുടെ കുറേ പാരഡി പാട്ടുകൾ ഇറങ്ങുമായിരുന്നു. എനിക്ക് തോന്നുന്നു ദിലീപൊക്കെ അതിലൂടെ കടന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നസെന്റ് ഒക്കെ സ്വരമൊക്കെ അനുകരിച്ചുകൊണ്ട് അങ്ങനെ അവർ കുറേ ടീം. ഇതിനൊക്കെ കലയെ കലയായി കാണാൻ കഴിയണം എന്നുള്ളതാണ്. സിനിമയെ സിനിമയായും കഥയെ കഥയായും പാട്ടിനെ പാട്ടായും കാണാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ ആ ക്രാഫ്റ്റിലെ സൗന്ദര്യത്തിൽ നമ്മൾ പിന്നെ ബാക്കിയെല്ലാം മറന്ന് അതിനെ നമ്മൾ അംഗീകരിക്കുകയും. തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ ഇവിടെ. മായും പൂങ്കുട്ടി തെറി വിളിക്കുന്ന ആളുടെ വേടന്റെ ചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. തെറിയൊന്നും വിളിക്കാതെ വളരെ മനോഹരമായി സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പിന്നെ വരികൾ എഴുതിയതിന്റെ പേരിൽ അവർ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത മതനിന്ദാക്കുറ്റം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് വർഗീയമായ ധ്രുവീകരണത്തിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. അത് കേരളത്തിന് അപകടകരമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാലത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. ഏതോ പഴയ കാലത്തിന്റെ പിന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഉച്ചിഷ്ടങ്ങൾ വീണ്ടും എടുത്ത് പിന്നെ ചൂടാക്കി വിളമ്പുന്നതല്ല കമ്മ്യൂണിസത്തിന്റെ ഉത്തരവാദിത്തം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് വലിച്ചെറിയപ്പെടേണ്ടത് വലിച്ചെറിയപ്പെടുക തന്നെ വേണം. അത്തരം സങ്കല്പങ്ങൾ നിൽക്കുകയല്ല വേണ്ടത്. ശബരിമല അയ്യപ്പനെ ഇനിയിപ്പോൾ ആരെങ്കിലും ചീത്ത വിളിച്ചു നോട്ടിക്കോ നാളെ ആരെങ്കിലും ഇരുന്നിട്ട്. ഞാൻ ദൈവത്തോട് പിന്നെ കലഹിക്കാറുണ്ട്, അത് വിശ്വാസിയാണ്. ദൈവത്തെ ചീത്ത വിളിക്കാറുണ്ട് എളുപ്പം. വയനാട്ടിലൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞത് നിനക്ക് എന്താ പണിയെന്നാണ് ചോദിച്ചിട്ടില്ലേ? ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്നല്ല ദൈവത്തോട്, നിനക്ക് എന്താ പണിയെന്നാണ് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നേ. കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിൽ നിന്ന് പാഠം പഠിക്കണം. CPM ഇതിനകത്ത് പിന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ല. അതിപ്പോൾ സഖാവ് രാജീവ് അബ്രഹാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അദ്ദേഹമൊക്കെ എടുത്തിട്ടുള്ളത് വളരെ അപക്വമായിട്ടുള്ള നിലപാടാണ്. പോലീസിന് വേറെ ഇഷ്ടം പോലെ പണിയുണ്ട്. അതിൻ്റെ പേരിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് പോലെ ഇഷ്യൂ ആക്കാതെ മാറ്റിക്കളയേണ്ട സാധനം. ഇതിന് വിവാദമാക്കുകയല്ല വേണ്ടേ. ഈ വാർത്തകളുടെ അടിയിൽ വരുന്ന ഈ പിന്നെ വീഡിയോ സ്റ്റോറികളുടെ അടിയിലൊക്കെ വരുന്ന കമന്റുകൾ നോക്കൂ. ഹൈന്ദവ സഹോദരങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് മറ്റുള്ളവർക്കുള്ളത്? ഇതിനെ ഒരു കമ്മ്യൂണലായിട്ട് ടൂളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അപകടം നമ്മുടെ അടുത്ത തലമുറ കൂടി ഇവിടെ തമ്മിൽ തല്ലി ചാകുന്നുള്ളതാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ലക്ഷങ്ങൾ കോടികൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടോ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടോ സ്വർണം കുറേ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിലിവിടെ തമ്മിൽ തല്ലി മരിക്കും. കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി പോകും. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ഉള്ളിനകത്തുള്ള നോവ് കൊണ്ട് ഇപ്പോഴും മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി, ഐഡിയോളജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ പരിപൂർണമായി ഉപേക്ഷിച്ചു കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ 19 വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, പിന്നെ അതിനുശേഷം 2012 കൂടിയിട്ടാണ് എല്ലാ രീതിയിലുള്ള കണക്ഷൻസ് ഒഴിവാക്കുന്നത്. സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഞാൻ ഇനി ഇതിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് തീരുമാനിച്ച് മാറി നിന്നിട്ടുള്ളത് 2012 കൂടിയിട്ടാണ്. ഞാൻ അത് മാത്രമല്ല, അതിന് ശേഷം പിന്നീട് വോട്ട് ചെയ്യാനേ പോയിട്ടില്ല. ഒരെലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകാറില്ല. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയില്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയില്ല. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയില്ല. അതിൻ്റെ ബൈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നാട്ടിലുണ്ട്, ഗൾഫ് നിർത്തിയിട്ട്. അതിനുശേഷമുള്ള ഈ പൊതു തെരഞ്ഞെടുപ്പുകൾ ഒന്നിലും ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. നിയമസഭയ്ക്കും പാർലമെന്റിലേക്കും 2019 നടന്നു, 2024 നടന്നു, ബൈ ഇലക്ഷൻ നടന്നു പ്രിയങ്ക ഗാന്ധിയുടെ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പോയില്ല. മടുപ്പ് വരികയാണ്. അതുകൊണ്ടാണ്, സങ്കടം കൊണ്ട് പറയുക. ഓക്കെ.